സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ടെന്ന് കലാമണ്ഡലം ഗോപി ആശാൻ തുറന്നടിച്ചത് സുരേഷ് ഗോപിക്ക് ചമ്മലായി. സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നും അതിനായി വീട്ടിൽ എത്തുമെന്നും പറഞ്ഞ് ഒരു ഡോക്ടർ വിളിച്ചെന്നും അതിന് കഴിയില്ലെന്നറിയിച്ചപ്പോൾ പത്മഭൂഷൺ വേണ്ടേ എന്ന് ഡോക്ടർ തിരിച്ചു ചോദിച്ചുവെന്ന് ഗോപി ആശാൻ്റെ മകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തി. ഇതിന് മറുപടിയായാണ് അങ്ങനെ എനിക്ക് കിട്ടേണ്ട എന്ന് ഗോപി ആശാൻ മറുപടി നൽകിയത്. എൻ്റെ ചെമ്പ് ഗോപിയണ്ണ, ഇങ്ങനെയും പണി പശുവിൻ പാലിൽ കിട്ടുമോ? കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതും കണ്ടു. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മനസ്സിലാക്കണം. വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത്. പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണെന്ന് ഇന്നാണ് മനസ്സിലായത്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അത് താൽക്കാലിക ലാഭത്തിനല്ല, നെഞ്ചിലാഴ്ന്നിറങ്ങിയതാണെന്നും ഗോപി ആശാൻ്റെ മകൻ രഘുരാജ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പിൽ പറയുന്നു. ആരോപണം വാർത്തയായതിനു പിന്നാലെ രഘുരാജ് തൻ്റെ പോസ്റ്റ് പിൻവലിച്ചു. ഇന്നലെ ഞാനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരിക്കുന്നു. സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ച അവസാനിപ്പിക്കാം എന്ന് കുറിച്ചും കൊണ്ട് മറ്റൊരു പോസ്റ്റും രഘുനാഥ് പങ്കുവച്ചു. എന്നാൽ ഗോപി ആശാനെ കാണാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഡോക്ടർ സ്വന്തം ഇഷ്ടപ്രകാരം ചോദിച്ചതാകുമെന്നുമാണ് BJPയുടെ വിശദീകരണം. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം കേൾക്കാം. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക. വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത്. പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അത് താൽക്കാലിക ലാഭത്തിനല്ല, അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ്. നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത്. പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു, നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന്. അച്ഛന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ. അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ സാറെ വിളിച്ചു പറഞ്ഞു, എന്നോട് നിങ്ങളാരാ പറയാൻ, അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുതെന്ന്. അത് ആശാൻ പറയട്ടെ എന്ന്. അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞു വരണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ, ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേന്ന്. അച്ഛൻ അങ്ങനെ എനിക്ക് കിട്ടണ്ടെന്ന്. ഇനിയും ആരും BJPക്കും കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട. ഇത് ഒരു അപേക്ഷയായി കൂട്ടിയാൽ മതി. പല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെയൊന്ന് ആദ്യമായാണ് കേൾക്കുന്നത്. ഒരനുഗ്രഹത്തിന് ഒരു പത്മഭൂഷൺ. അപ്പോൾ അനുഗ്രഹിച്ചാലും മതി, പത്മഭൂഷൺ കിട്ടുമല്ലേ? ആ ഡോക്ടറുടെ നമ്പർ ഇന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. എത്ര അനുഗ്രഹം വേണേലും കൊടുക്കാം, പത്മഭൂഷൺ കിട്ടിയേനെ. ഒരാഗ്രഹം കൊണ്ട് പറഞ്ഞതാ. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറുടെ നമ്പർ അറിയാവുന്നവർ ഒന്ന് തരണേ.